നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അർഹരായവർക്കെല്ലാം 2 വർഷത്തിനകം ഭൂമി നൽകുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കൈവശക്കാർക്ക് 1 ഏക്കറിൽ കൂടുതൽ ഭൂമി പതിച്ചു നൽകരുതെന്നും റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ നിർദ്ദേശം. മുന്നണി രാഷ്ട്രീയത്തിൽ സഹനശക്തിയും ഗഹനശക്തിയും അത്യന്താപേക്ഷിതമാണെന്ന് BJP നേതാവ് CK പത്മനാഭൻ. ദേശീയ ജനാധിപത്യ സഖ്യം അനുദിനം ശക്തി പ്രാപിച്ചു വരികയാണെന്നും പത്മനാഭൻ. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അന്വേഷണ സംഘം ഉടൻ സുള്ളിയിലേക്ക്. ജനജീവിതം ദുസ്സഹമാക്കിയ മോദി സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തം. DYFIയുടെ നേതൃത്വത്തിൽ ടെലിഫോൺ ഭവൻ ഉപരോധം. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥക്കെതിരെ ദുരിതബാധിതരുടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി. മഞ്ചേശ്വരത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം വിലസുന്നു. പോലീസ് ജാഗ്രത പുലർത്തുന്നില്ലെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. മോദി സർക്കാർ കള്ളപ്പണക്കാരെയും കോർപ്പറേറ്റുകളെയും വഴിവിട്ട് സഹായിക്കുകയാണെന്ന് EP ജയരാജൻ MLA. ജനങ്ങളുടെ കഞ്ഞികുടി മുട്ടിച്ചുള്ള കറൻസി നിരോധനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നും ജയരാജൻ. വാർത്തകൾ വിശദമായി. ജില്ലയിലെ അർഹരായ മുഴുവൻ ആളുകൾക്കും 2 വർഷത്തിനകം ഭൂമി പതിച്ചു നൽകുന്നതിന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഈ നിർദ്ദേശം നൽകിയത്. ജില്ലയിലെ അർഹരായ മുഴുവൻ ആളുകൾക്കും 2 വർഷത്തിനകം ഭൂമി പതിച്ചു നൽകുന്നതിന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ റവന്യൂ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഭൂവിതരണത്തിൽ നടപടിക്രമമനുസരിച്ച് നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാകണം ഭൂമി പതിച്ചു നൽകേണ്ടത്. ജില്ലയിൽ ഭൂമി സംബന്ധമായി ലഭിച്ച 8000 അപേക്ഷകളിൽ 1944 പേർ മാത്രമാണ് അർഹരുടെ പട്ടികയിൽപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളവർ എങ്ങനെ അനർഹരായി എന്ന് അറിയിക്കണം. അർഹരായ കൈവശക്കാർക്ക് ഭൂമി പതിച്ചു നൽകണം. താഴെത്തട്ടിലുള്ളവരുടെ അപേക്ഷയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ ഭൂരേഖയില്ലാത്ത ആരും ഇനി ഉണ്ടാകാൻ പാടില്ല. ഇതിനായി സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. നിയമതടസ്സമില്ലാത്ത ഭൂ അപേക്ഷകൾ ഉടൻ പരിഗണിക്കണം. കൈവശക്കാർക്ക് 1 ഏക്കറിൽ കൂടുതൽ ഭൂമി പതിച്ചു നൽകരുത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പക്കൽ സർക്കാർ ഭൂമിയുണ്ടെങ്കിൽ അന്വേഷണം നടത്തി കണ്ടെത്തും. വികസന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള ഭൂമി നിലനിർത്തണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായ ഭൂമി പതിച്ചു നൽകാൻ നിരാക്ഷേപ പത്രം ഹാജരാക്കണം. 2017ഓടെ ജില്ലയിലെ റീസർവേ പൂർത്തീകരിച്ച് ഭൂമിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. സർക്കാരിന്റെ ഭൂമി ചിട്ടപ്പെടുത്തുകയാണ് റീസർവേയുടെ ലക്ഷ്യം. ഭൂമിയുടെ അതിരുകൾ ചിട്ടപ്പെടുത്തി കൃത്യമായി നിർണ്ണയിക്കണം. മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഭൂമിയിൽ കയ്യേറ്റം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഭൂമിയുടെ മാർക്കറ്റ് റേറ്റിന്റെ കാര്യം സർക്കാർ പരിശോധിക്കും. ഭൂമി കയ്യേറ്റം ഇനി ഉണ്ടാകാൻ പാടില്ലെന്നും താലൂക്ക് തലങ്ങളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഭൂരേഖ നൽകുന്ന കാര്യത്തിൽ സമയോചിതമായ തീരുമാനമെടുക്കണമെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. യോഗത്തിൽ MLA മാരായ PB അബ്ദുൾ റസാഖ്, NA നെല്ലിക്കുന്ന്, K കുഞ്ഞിരാമൻ, M രാജഗോപാലൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി PH കുര്യൻ, ലാൻഡ് റവന്യൂ കമ്മീഷണർ AT ജെയിംസ്, റവന്യൂ ജോയിന്റ് കമ്മീഷണർ പത്മകുമാർ, ജില്ലാ കളക്ടർ K ജീവൻ ബാബു, സബ് കളക്ടർ മൃണ്മയ് ജോഷി, ADM K അംബുജാക്ഷൻ, ഡെപ്യൂട്ടി കളക്ടർമാരായ N ദേവിദാസ്, ഡോക്ടർ PK ജയശ്രീ, YMC സുകുമാരൻ, ഫൈനാൻസ് ഓഫീസർ PV നാരായണൻ, തഹസിൽദാർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു പരിപാടി നടന്നത്. NDA മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി നടത്തിയ കൺവെൻഷൻ BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് നേരിടുന്ന ബഹുമുഖമായ ഭീഷണിയുടെയും വെല്ലുവിളികളുടെയും അടിസ്ഥാനത്തിൽ വരുന്ന പുതിയ പുതിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള കാഴ്ചപ്പാട്, ദേശസ്നേഹം, ജനാധിപത്യപരമായ ബോധം, സാമൂഹ്യ പ്രതിബദ്ധത, ഇതെല്ലാം തന്നെ ഈ ഘടകകക്ഷികൾക്കും അതിൻ്റെ പ്രവർത്തകന്മാർക്കും അതിൻ്റെ നേതാക്കന്മാർക്കുമെല്ലാം ഉള്ളതുകൊണ്ടും ആ രീതിയിൽ ഇത് ഉൾച്ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള നമ്മുടെ അഭിലാഷത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരുമിച്ച് വരുന്നത്. അതുകൊണ്ട് മുന്നണി എന്ന് പറയുമ്പോൾ ആ മുന്നണിയുടെ ശൈലി, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ സമ്പ്രദായം, പരസ്പര ബഹുമാനം, പരസ്പര വിശ്വാസം, പരസ്പര സ്നേഹം, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നമുക്ക് ഒന്നിച്ച് നീങ്ങാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യം
വളർന്നു വരേണ്ടതായിട്ടുണ്ട്. മുന്നണി രാഷ്ട്രീയത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് സഹനശക്തിയും ഗഹനശക്തിയുമാണെന്ന് CK പത്മനാഭൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. BJP നേതാക്കളായ മടിക്കൈ കമാരൻ, പ്രമീള C നായിക്, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, BDJS നേതാവ് ഗണേഷ് പാറക്കട്ട, JSS സംസ്ഥാന സെക്രട്ടറി രാജൻ ബാബു തുടങ്ങി നിരവധി നേതാക്കൾ കൺവെൻഷനിൽ സന്നിഹിതരായി. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ജില്ലാ കൺവെൻഷനിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാസർഗോഡ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് VK ഉണ്ണികൃഷ്ണന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനായി പോലീസ് താമസിയാതെ സുള്ളിയിലേക്ക് തിരിക്കും. വിദ്യാനഗർ CI ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഉണ്ണികൃഷ്ണനെതിരെ സുള്ളിയ പോലീസ് ചുമത്തിയ കേസ് സംബന്ധിച്ച പ്രഥമ വിവരരേഖ കേരള പോലീസ് ശേഖരിക്കും. മജിസ്ട്രേറ്റിനെ മർദ്ദിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. മജിസ്ട്രേറ്റ് മർദ്ദിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന ഹോംഗാർഡിന്റെയും മൊഴി രേഖപ്പെടുത്തും. സുള്ളിയിൽ മജിസ്ട്രേറ്റിനൊപ്പം ഉണ്ടായിരുന്നവരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. അതിന്റെ ഭാഗമായി മജിസ്ട്രേറ്റിനെ അനുഗമിച്ചവരുടെ മൊഴിയെടുക്കും. മജിസ്ട്രേറ്റ് നൽകിയ പരാതി അന്വേഷിക്കുന്നതിന് സുള്ളിയ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. നവംബർ 9 രാവിലെയാണ് VK ഉണ്ണികൃഷ്ണനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുള്ളിയിലുണ്ടായ കശപിശയുടെ പേരിൽ ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. സുള്ളിയിൽ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റതായി മരണത്തിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പരാതിപ്പെട്ടിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ശരീരത്തിൽ 27 ചതവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ട്. 1/2 സെന്റിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ വരെയുള്ള ആന്തരിക മുറിവുകൾ ഉണ്ടാക്കുന്നവയായിരുന്നു ചതവുകൾ. സംഭവത്തിന്റെ നിജസ്ഥിതികൾ മനസ്സിലാക്കാനായി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാനാണ് അന്വേഷണ സംഘം സുള്ളിയിലേക്ക് തിരിക്കുന്നത്. നോട്ടുകൾ അസാധുവാക്കിയതിലൂടെ ജനജീവിതം ദുസ്സഹമാക്കിയ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ യുവജനങ്ങൾ ടെലികോം ഭവൻ ഉപരോധിച്ചു. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ച ഉപരോധം 10:30 മണിക്ക് അവസാനിച്ചു. DYFIയുടെ നേതൃത്വത്തിലാണ് ഉപരോധം സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ച ഉപരോധ സമരം 10:30 മണി വരെ നീണ്ടു. പോലീസ് എത്തി DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ ടെലികോമിനകത്ത് ജോലിക്കായി കയറിയത്. രാവിലെ ആരംഭിച്ച ഉപരോധ സമരം DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കള്ളപ്പണം തടയാൻ എന്ന നിലയിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നടപടി ഈ രാജ്യത്തെ കള്ളപ്പണത്തിന് അറുതി വരുത്താനാണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇത്തരമൊരു നടപടി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ രാജ്യത്തിനകത്തെ ജനങ്ങൾക്ക് അതെങ്ങനെ പ്രതികൂലമായ രൂപത്തിൽ ബാധിക്കുമെന്ന് ഒരു തവണയെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം താളം തെറ്റിപ്പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ എന്ത് മുൻകരുതലാണ് ഈ കള്ളപ്പണത്തിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ള നോട്ട് പിൻവലിക്കുന്നതിന്റെ ഭാഗമായി എടുത്തിട്ടുള്ളത്? DYFI കാസർഗോഡ് ബ്ലോക്ക് പ്രസിഡന്റ് അനിൽ ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി P ശിവപ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് CA സുബൈർ, TK മനോജ്, സുഭാഷ് പാടി, സുധീഷ് തുടങ്ങിയവർ ഉപരോധ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് അധികൃതർ അവഗണന കാട്ടുന്നു എന്നാരോപിച്ച് എൻഡോസൾഫാൻ ജനകീയ പീഡിത മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിലെ ഒപ്പുമരച്ചോട്ടിലാണ് സംഗമം നടന്നത്. ദുരിതബാധിതരെ കണ്ടെത്തുന്നതിനുള്ള പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് നടത്തുക, ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുക, വിദഗ്ധ ചികിത്സ അനുവദിക്കുക, അർഹരായ മുഴുവൻ ദുരിതബാധിതർക്കും സാമ്പത്തിക സഹായം അനുവദിക്കുക, പുനരധിവാസത്തിനായി ശാസ്ത്രീയ നടപടികൾ കൈക്കൊള്ളുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻഡോസൾഫാൻ ജനകീയ പീഡിത മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പ്രമുഖ സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകൻ നാരായണൻ പേരിയ സംഗമം ഉദ്ഘാടനം ചെയ്തു. ആത്മഹത്യ പൂർണ്ണമായില്ലെങ്കിൽ അത് കുറ്റമാണ്, ശിക്ഷിക്കും. കെട്ടി തൂക്കിയപ്പോൾ കയറ് പൊട്ടി വീണു. അയാൾ കേസിലെ പ്രതിയാണ്. സ്വന്തം ജീവൻ കൊടുക്കാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് അത് കുറ്റമാണ്. അയാളെ ശിക്ഷിക്കും. ആത്മഹത്യ ശ്രമത്തിന് ആത്മഹത്യ പ്രേരണയും കുറ്റമാണ്. ആത്മഹത്യ ചെയ്യാൻ ഒരാളെ നിർബന്ധിതനാക്കിയാൽ, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ അത് കുറ്റമാണ്. അത് പ്രേരിപ്പിച്ച ആളുടെ പേരിൽ നടപടിയെടുക്കും, വിചാരണ ചെയ്ത് ശിക്ഷിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്ന 2 ആത്മഹത്യകളുടെ ഉത്തരവാദി, അതിനെ പ്രേരിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഭരണാധികാരികൾ തന്നെ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പീഡിത മുന്നണിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 9 കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നതിന് മുന്നോടിയായാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മുനീസ അമ്പലത്തറ അടക്കമുള്ള നിരവധി എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നേതാക്കൾ സംഗമത്തിന് നേതൃത്വം നൽകി.
മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം വിലസുന്നതായി ആക്ഷേപം. ഒരു മാസത്തിനിടെ 4ഓളം കുട്ടികളെയാണ് ഓമ്നി വാനിൽ ഈ സംഘം തട്ടിക്കൊണ്ടുപോയതെന്ന് നാട്ടുകാർ. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ട ശേഷം വീട്ടിലെത്തിയ വിദ്യാർത്ഥി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴാണ് ഓമ്നി വാനിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. മിയാപദവ് ദേളികെ പ്രദേശത്തെ CK മുഹമ്മദ് എന്നിവരുടെ 12 വയസ്സുള്ള മകനായ മുഹമ്മദ് അഫ്സലിനെയാണ് 4 സംഘം ബലമായി പിടിച്ച് ഓമ്നി വാനിലിട്ടത്. കന്നഡ സംസാരിക്കുന്നവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ അഫ്സലിന്റെ വായിൽ തുണി തിരുകി കയറ്റിയ ശേഷമാണ് കൊണ്ടുപോയത്. ഹൊസങ്കടിയിലെത്തിയ ഉടനെ കുട്ടി ഇതിൽ ഒരാളുടെ കൈക്ക് പിടിച്ച് കടിച്ചു. തുടർന്നാണ് അഫ്സലിനെ മിയാപദവിലെ സലഫി പള്ളിക്ക് സമീപം ഉപേക്ഷിച്ചത്. മിയാപദവ് സ്കൂൾ വിട്ടിട്ട് പരക്ക് വന്നു ബേരിക്കന്ന് ഓപ്പാസ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ് വട്ടിപ്പതായിൽ. അങ്ങനെ മിയപ്പതായ പെട്രോൾ പമ്പിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഓമിനി ബ്ലൂ കാർ വന്നിട്ട് പത്രം താഴിട്ട് ആ പത്രം പെറുക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ പെറുക്കിയിട്ട് കൊടുക്കുമ്പോൾക്ക് കൈ പിടിച്ച് വലിച്ചിട്ടിട്ട് കാറിൽ ഇട്ടുകൊണ്ട് പോയി. കാറിൽ 4 ആളുണ്ടായിരുന്നു. അങ്ങനെ ഒസങ്കാടി മറ്റേ സലഫി ഫണ്ട് അടുത്ത് എത്തുമ്പോൾ അവർ കുട്ടീനെ ഇറക്കിയിട്ട് കാറ് പോയി. ഒരു റിക്ഷ ഡ്രൈവറാണ് കുട്ടിയുടെ പിതാവിനെ വിളിച്ച് വിവരമറിയിച്ചത്. തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയെങ്കിലും ഇതേവരെയും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 4ാം തവണയാണ് ഇങ്ങനെയുള്ള സംഭവം മഞ്ചേശ്വരത്ത് നടക്കുന്നത്. ഓമ്നി വാനിൽ സ്ഥിരമായി കിടക്കകൾ വിൽക്കാൻ വരുന്ന അന്യഭാഷാ തൊഴിലാളികളെയാണ് നാട്ടുകാർക്ക് സംശയം. ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ നിജസ്ഥിതി പുറത്തുവരും. ഹൊസങ്കടി ഗാന്ധിനഗറിൽ വെച്ച് ഒരാളെ മുമ്പ് നാട്ടുകാർ പിടിച്ചിരുന്നുവെങ്കിലും പോലീസ് ഇത് കാര്യമാക്കിയില്ല. ഉപ്പളയിൽ മരുന്ന് വാങ്ങിക്കാനായി പോവുകയായിരുന്ന 2 കുട്ടികളെയും കുറച്ചുനാൾ മുമ്പ് ഇതുപോലുള്ള സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിരുന്നു. അധികൃതർ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയാണ് INTUC നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിർജീവമാക്കി രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ INTUCയുടെ നേതൃത്വത്തിൽ നടത്തിയ പൊതുയോഗം INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം A. ഭുവനേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് TG ടോണി അധ്യക്ഷത വഹിച്ചു. മരണപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയും ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും തമസ്കരിക്കാൻ ശ്രമിക്കുന്ന BJP സർക്കാരിനെതിരെയും ഇടതു സർക്കാരിന്റെ തലതിരിഞ്ഞ ഭരണരീതി, റേഷൻ സ്തംഭനം, കെട്ടിട നിർമ്മാണം, മത്സ്യമേഖല തുടങ്ങി കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി ഒഴിവാക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആഹ്വാനം ചെയ്തു. യോഗത്തിൽ വിജയകുമാർ പയ്യന്നൂർ, അബൂബക്കർ തുരുത്തി, കമലാക്ഷ സുവർണ, P. വിജയൻ, ഹരീന്ദ്രൻ, ജഗദീഷ്, സുനിൽകുമാർ, സൈനുദ്ദീൻ, ഹാരിസ് സൂറത്ത്, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കിസാൻ സംഘർഷ് ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ജാഥ ഡിസംബർ 24-ന് ഡൽഹിയിലാണ് സമാപിക്കുന്നത്. കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. ഇൻവാലിഡ് ആക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള വിവരം അറിയേണ്ട കള്ളപ്പണക്കാരൊക്കെ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസങ്ങളിലായിട്ട് ഈ കള്ളപ്പണക്കാരുടെ പണം മുഴുവൻ ഇന്ത്യൻ ബാങ്കുകളിൽ നിറഞ്ഞു, അക്കൗണ്ട് മണിയാക്കി. അതൊക്കെ മാറ്റിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറയുന്നത് ഈ 3 മാസക്കാലം ഇങ്ങനെ പണം വൻതോതിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ നിക്ഷേപം വൻതോതിൽ ചരിത്രത്തിലില്ലാത്ത വർധനവുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം അദ്ദേഹം കണ്ടുപിടിച്ചത് ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം വന്നപ്പോഴുള്ള ആനുകൂല്യമാണ്. അത് ട്രഷറിയിലാണ്. ഈ ബാങ്കുകളിൽ എങ്ങനെ ഡെപ്പോസിറ്റ്, കള്ളപ്പണക്കാരുടെ പണം മുഴുവൻ അവർക്ക് വെള്ളപ്പണമാക്കാൻ അവസരം കൊടുത്തു. കർഷകരും കാർഷിക മേഖലയും നേരിടുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ വിപുലമായ സമരങ്ങൾക്ക് തയ്യാറാവുക എന്ന മുദ്രാവാക്യവുമായാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കിസാൻ സംഘർഷ് ജാഥ ആരംഭിച്ചിരിക്കുന്നത്. നവംബർ 9-ന് കന്യാകുമാരിയിൽ നിന്നുമാണ് ജാഥ പ്രയാണം ആരംഭിച്ചത്. 14-ന് കാസർഗോഡ് ജില്ലയിൽ പ്രവേശിച്ച ജാഥ കാലിക്കടവിലെ വൻ സ്വീകരണത്തിന് ശേഷം കാഞ്ഞങ്ങാട്ട് പ്രവേശിച്ചു. കാഞ്ഞങ്ങാട്ട് വൻ സ്വീകരണമാണ് കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത്. കിസാൻ സംഘർഷ് ജാഥയ്ക്ക് അഖിലേന്ത്യാ കിസാൻ സഭാ നേതാക്കളായ P. കൃഷ്ണപ്രസാദ്, അശോക് ദാവളെ, MM മണി, KV രാമകൃഷ്ണൻ,
കോലിയക്കോട് കൃഷ്ണൻ നായർ, അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ, SK പ്രീജാത്ത് തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന സ്വീകരണ പരിപാടിയിൽ ജാഥാംഗങ്ങൾ സംസാരിച്ചു. നവംബർ 24-ന് ഡൽഹിയിൽ നടക്കുന്ന റാലിയോടെ കിസാൻ സംഘർഷ് ജാഥ സമാപിക്കും. അസാധുവാക്കിയ നോട്ടുകൾ മാറ്റിവാങ്ങിക്കാൻ ബാങ്കുകളുടെ മുമ്പിലെ ക്യൂവിന് ശമനമായില്ല. മിക്ക ബാങ്കുകളുടെ ATMകളിൽ പണമില്ല എന്നത് സാധാരണക്കാരെ ഏറെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. നോട്ടുകൾ അസാധുവായ ദിവസം മുതൽ കണ്ടുവരുന്ന ബാങ്കുകൾക്ക് മുമ്പിലെ നീണ്ട നിരക്ക് ഇപ്പോഴും യാതൊരു കുറവും വന്നിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് കാലതാമസമെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾ നോട്ട് മാറാൻ നെട്ടോട്ടമോടുകയാണ്. കഴിഞ്ഞ ദിവസം കാസർഗോട്ടെത്തിയ സഞ്ചരിക്കുന്ന ATM കുറേ ഉപഭോക്താക്കൾക്ക് ഉപകാരപ്രദമായി. കേരള ഗ്രാമീൺ ബാങ്കാണ് സഞ്ചരിക്കുന്ന ATM എന്ന ആശയവുമായി രംഗത്ത് വന്നത്. പെട്രോൾ പമ്പുകളിലും KSRTC ബസ്സുകളിലും നോട്ടുകൾ മാറ്റിയെടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടങ്ങളിലെ സ്ഥിതിയും വിഭിന്നമല്ല. നഗരത്തിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ഹോട്ടലുകൾ മിക്കതും അടച്ചിട്ടിരിക്കുകയാണ്. മിക്ക ബാങ്കുകളിലും ഉച്ചയാകുന്നതോടെ പണം അവസാനിക്കുന്നത് പലയിടങ്ങളിലും സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ പരിഹരിക്കണമെന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല. അതാത് ദിവസങ്ങളിൽ തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. ഇതിനിടയിൽ നവംബർ 15 മുതൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അനിശ്ചിതകാല സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമായിട്ടുണ്ട്. ഇനിയും ഇതേ നില തുടർന്നാൽ മത്സ്യവിപണികളിലും മറ്റ് സ്ഥാപനങ്ങളിലും പണിയെടുക്കുന്നവരും കഷ്ടത്തിലാകും. ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന 2000 രൂപ ചിലവാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരും നിരവധിയാണ്. എന്തൊക്കെയായാലും ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കും. ന്യൂസ് ഡെസ്ക് KCN. ബേക്കൽ ഉപജില്ലാ കലോത്സവം നവംബർ 16 മുതൽ 19 വരെ നടക്കും. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബേക്കൽ ഉപജില്ലാ കലോത്സവം നവംബർ 16-ന് ആരംഭിക്കും. 16-ന് ഓഫ് സ്റ്റേജ് മത്സര ഇനങ്ങളാണ് നടക്കുക. 17, 18, 19 തീയതികളിലായാണ് സ്റ്റേജ് മത്സരങ്ങൾ അരങ്ങേറുക. 8 സ്റ്റേജുകളിൽ 69ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 3000ഓളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. 17-ന് നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. ഓഫ് സ്റ്റേജ് മത്സരം നവംബർ 16, അതായത് ബുധനാഴ്ചയാണ് നടത്തുന്നത്. നവംബർ 17-നാണ് ഉദ്ഘാടനം നടത്തുന്നത്. നവംബർ 19-ന് സമാപന സമ്മേളനമാണ് നടത്തുന്നത്. സ്റ്റേജ് ഇനങ്ങൾ നവംബർ 17, 18, 19 തീയതികളിലായിട്ട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതേസമയം 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി കലോത്സവത്തെ സാരമായി ബാധിച്ചതായി സംഘാടകർ അറിയിച്ചു. കലോത്സവത്തിനു വേണ്ടിയുള്ള പണം പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച ബാങ്കുകളിലാണ് ഇവർ നിക്ഷേപിച്ചത്. എന്നാൽ പെട്ടെന്നുണ്ടായ ഈ തീരുമാനം കലോത്സവത്തിന് സാരമായി ബാധിക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. കലോത്സവത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങേണ്ടവർ പോലും ബാങ്കിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിന് പോലും ആളില്ലെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. 5 ദിവസങ്ങളിലായി നടന്നുവരികയായിരുന്ന മണിമുണ്ട ഫെസ്റ്റിന് സമാപനമായി. പരിപാടിയുടെ ഭാഗമായി നിരവധി കായിക മത്സരങ്ങളാണ് അരങ്ങേറിയത്. ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ಮಣಿಮುಂಡ ಬ್ರದರ್ಸ್ ಕ್ಲಬ್ಬಿന്റെ തലമുതിർന്ന അംഗം നൂർ മുഹമ്മദ് ಉದ್ಘಾಟನೆ ചെയ്തു. ಈ ವರ್ಷದ ಫೆಸ್ಟ್ನಲ್ಲಿ ನಾವು ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ, ಕ್ರೀಡಾಳುಗಳಿಗೆ, ಸ್ತ್ರೀಯರಿಗೆ, ಮಹಿಳೆಯರಿಗೆ, ಯುವಕರಿಗೆ, ಯುವತಿಯರಿಗೆ ಎಲ್ಲರನ್ನೂ ಪ್ರಾಧಾನ್ಯತೆ ನೀಡಿಕೊಂಡು ಈ ಒಂದು ಫೆಸ್ಟ್ ಅನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ഷെയ്ഖ് മൊയ്തീൻ സാബിർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സീനത്ത് സക്കറിയ സമ്മാനദാനം നിർവഹിച്ചു. ഫെസ്റ്റിന്റെ ഭാഗമായുള്ള മത്സരങ്ങളിൽ 25 പോയിന്റ് നേടിയ മുഹമ്മദ് സഫാൻ സാദ്രിയെ സ്റ്റാർ ഓഫ് മണിമുണ്ടയായി തിരഞ്ഞെടുത്തു. 15 പോയിന്റ് എടുത്ത മുഹമ്മദ് ഷെഹറാസ് ജാഫിർ ജൂനിയർ സ്റ്റാറായി. മുഹമ്മദ് ഇർഷാദ് ക്യാപ്റ്റനായ ചലഞ്ചേഴ്സ് മണിമുണ്ട ഫസ്റ്റ് ട്രോഫിയും മുഹമ്മദ് ഷാബിർ ഹാഷിം ക്യാപ്റ്റനായ റൈഡേഴ്സ് മണിമുണ്ട 2ാം സ്ഥാനക്കാർക്കുള്ള ട്രോഫിയും കരസ്ഥമാക്കി. സമാപന വേദിയിൽ മുഹമ്മദ് ആസിഫ് ആദം, ആസിം മണിമുണ്ട, ഹാരിസ് ഇസ്മായിൽ, അബൂബക്കർ സേഠ് തുടങ്ങിയവർ സന്നിഹിതരായി. ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കാസർഗോഡ് ചാപ്റ്റർ നീലേശ്വരത്ത് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ജില്ലയിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ എർത്ത് കേരളയുമായി ചേർന്നുള്ള രക്തം ഒപ്പം മരവും എന്ന പദ്ധതിക്ക് തുടക്കമായി. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക, പറ്റുമെങ്കിൽ രക്തവും ദാനം ചെയ്യുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കാസർഗോഡ് ജില്ലാ ചാപ്റ്റർ നീലേശ്വരത്ത് സ്നേഹസംഗമം സംഘടിപ്പിച്ചത്.
നീലേശ്വരം ജനതകലാ സമിതി ഹാളിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി KV ദാമോദരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. രക്തത്തിന് പകരം മരം എന്ന സന്ദേശമുയർത്തി ജില്ലയിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ എർത്ത് കേരളയും സ്നേഹസംഗമത്തിൽ കൈകോർത്തപ്പോൾ ജനതകലാ സമിതി ഹാളിൽ നടന്ന സ്നേഹസംഗമം അവിസ്മരണീയമായി. രക്തം ദാനം നൽകി ഒരു ജീവനെ രക്ഷിക്കുന്ന അതേ പ്രാധാന്യം ഒരു മരം നടുന്നതിനുമുണ്ടെന്ന വിളംബരവുമായി രക്തം ഒപ്പം ഒരു മരവും എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും തദവസരത്തിൽ നടന്നു. ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ ജില്ലാ ചാപ്റ്റർ പ്രസിഡന്റ് സനൽലാൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഷാദ് ഖായക്കാൽ, കാസർഗോഡ് SI വേണുഗോപാൽ, ഷാജുൽ ഹമീദ്, ഉണ്ണിപുത്തൂർ, ദിനൂബ്, ഷാജി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി വിനേഷ് സ്വാഗതം പറഞ്ഞു. പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ സ്കൂൾ PTA നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വികസന സെമിനാർ സംഘടിപ്പിച്ചു. വിഷൻ 2017 എന്ന പേരിലാണ് സെമിനാർ നടത്തിയത്. പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും അതിന്റെ നിലനിൽപ്പും ചർച്ച ചെയ്യപ്പെടുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂൾ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് സ്കൂൾ PTA ഒരു സമഗ്ര വിദ്യാഭ്യാസ സെമിനാറുമായി നാട്ടുകാരെ സമീപിച്ചിരിക്കുന്നത്. P. കരുണാകരൻ MP സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ TV രവീന്ദ്രൻ വിഷൻ 2017 വികസന രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ദാമോദരൻ, പഞ്ചായത്ത് അംഗം PP വിഭജിക, ചെറുവത്തൂർ AEO TM സദാനന്ദൻ, BPO K. നാരായണൻ, M. മഹേഷ് കുമാർ, MV ചന്ദ്രൻ, M. നാരായണൻ, PV പ്രഭാകരൻ മാസ്റ്റർ, സ്കൂൾ ലീഡർ മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ വികസന സമിതി രൂപീകരണവും നടന്നു. PTA പ്രസിഡന്റ് P. സുധാകരൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി CV ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. 63ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിയന്റെയും വിവിധ സഹകരണ സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിലാണ് 63ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. 63ാമത് സഹകരണ വാരാഘോഷം സംഘടിപ്പിക്കുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ബാലാരിഷ്ടതകളൊക്കെ നീങ്ങിയ ഒരു സഹകരണ സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്നാൽ അതേസമയം ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു സഹകരണ മേഖല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. സഹകരണ മേഖലയ്ക്കെതിരായി നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള നിയമത്തിലെ ഭേദഗതികളും മറ്റു നടപടികളും ഉയർന്നുണ്ട്. ഉദുമ MLA K. കുഞ്ഞിരാമൻ അധ്യക്ഷനായി. M. രാജഗോപാലൻ MLA മുഖ്യാതിഥിയായിരുന്നു. K. രവീന്ദ്രൻ, PC രാമൻ, M. രമേശൻ, ദിവാകരൻ, K. നീലകണ്ഠൻ, MV കോമൻ നമ്പ്യാർ, M. അസിനാർ, P. ബേബി ബാലകൃഷ്ണൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, ഭരതൻ പോർക്കളം തുടങ്ങിയവർ സംസാരിച്ചു. വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന താലൂക്ക് തല പ്രസംഗ പ്രബന്ധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം കാസർഗോഡ് ജില്ലാതല സഹകരണ ബാങ്ക് പ്രസിഡന്റ് PC രാമൻ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർഹരായവർക്കെല്ലാം 2 വർഷത്തിനകം ഭൂമി നൽകുമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. കൈവശക്കാർക്ക് 1 ഏക്കറിൽ കൂടുതൽ ഭൂമി പതിച്ചു നൽകരുതെന്നും റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ നിർദ്ദേശം. മുന്നണി രാഷ്ട്രീയത്തിൽ സഹനശക്തിയും ഗഹനശക്തിയും അത്യന്താപേക്ഷിതമാണെന്ന് BJP നേതാവ് CK പത്മനാഭൻ. ദേശീയ ജനാധിപത്യ സഖ്യം അനുദിനം ശക്തി പ്രാപിച്ചു വരികയാണെന്നും പത്മനാഭൻ. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അന്വേഷണ സംഘം ഉടൻ സുള്ളിയിലേക്ക്. ജനജീവിതം ദുസ്സഹമാക്കിയ മോദി സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തം. DYFIയുടെ നേതൃത്വത്തിൽ ടെലിഫോൺ ഭവൻ ഉപരോധം. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥക്കെതിരെ ദുരിതബാധിതരുടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി. മഞ്ചേശ്വരത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം വിലസുന്നു. പോലീസ് ജാഗ്രത പുലർത്തുന്നില്ലെന്ന് നാട്ടുകാരുടെ ആക്ഷേപം.
മോദി സർക്കാർ കള്ളപ്പണക്കാരെയും കോർപ്പറേറ്റുകളെയും വഴിവിട്ട് സഹായിക്കുകയാണെന്ന് ഇ പി ജയരാജൻ MLA. ജനങ്ങളുടെ കഞ്ഞികുടി മുട്ടിച്ചുള്ള കറൻസി നിരോധനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നും ജയരാജൻ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kaserkodchannel.com.